എൻ്റെ പേര് മിൻഹാജ്. ഞാൻ ARCയിലെ സ്റ്റുഡൻ്റാണ്. ഗേറ്റ് 2026 ഞാൻ ESൽ, അതായത് എൻവയോൺമെൻറ്റൽ സയൻസിൽ 27ാമത്തെ റാങ്കും സിവിൽ പേപ്പറിൽ 641 റാങ്കും കിട്ടിയിട്ടുണ്ട്. ഗേറ്റ് കോച്ചിങ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ബിടെക് കഴിഞ്ഞപ്പോൾ ജോബൊന്നും ശരിയായില്ല. നമ്മൾ കുറേ പ്ലേസ്മെൻറ്റിന് ആദ്യം നമ്മൾ പ്രിഫറൻസ് കൊടുത്തിരുന്നു, പക്ഷേ നമ്മൾ തന്നെ ശ്രദ്ധിക്കാത്തതിനെ കൊണ്ട് പ്ലേസ്മെൻ്റ് അങ്ങനെ കിട്ടിയില്ല. അപ്പോൾ പിന്നെ ബാക്കി ഇതിൻ്റെ മുന്നേ തേർഡ് ഇയറിൽ ഗേറ്റ് എഴുതിയപ്പോൾ ജസ്റ്റ് ഒന്ന് പാസ് കഴിഞ്ഞു. ജസ്റ്റ് പാസ് പറഞ്ഞാൽ പോയിൻറ്റ് സംതിങ്ങിന് പാസ് കഴിഞ്ഞു. അപ്പോൾ വിചാരിച്ച് ഗേറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എംടെക് ആകുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളതൊക്കെ ഒന്ന് റെമഡിയൊക്കെ ചെയ്ത് വരാമെന്ന് വിചാരിച്ചിട്ട്. എന്തായാലും ഗേറ്റ് തേർഡ് ഇയറിൽ എഴുതിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തേർഡ് ഇയറിലെ സെം എക്സാം കഴിഞ്ഞ സമയത്തായിരുന്നു തേർഡ് ഇയറിലെ ഗേറ്റ് എക്സാം ഉള്ളായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പഠിച്ച ആ ഒരു ഫ്ലോയിൽ എഴുതി കുറച്ച് പാസ്സായി പോയതാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞതിൻ്റെ ശേഷം എൻ്റെ അഭിപ്രായത്തിൽ മാത്സ് പ്രത്യേകിച്ചും നമുക്ക് എന്താ പറയുക, കൂടുതൽ മാത്സൊക്കെ ഞാൻ കുറേയൊക്കെ ജസ്റ്റ് പാസ് കഷ്ടപ്പെട്ട് പാസ്സാവുക അങ്ങനെയൊക്കെ കാര്യങ്ങളിനി. അപ്പോൾ അതിലൊക്കെ കുറച്ചുപാടി മെച്ചപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള ടീച്ചേഴ്സിനോട് ഇതേപോലെ ഗേറ്റായിട്ടും ഗേറ്റ് അല്ലാതായിട്ടും നമ്മൾ ഡൗട്ടുകളൊക്കെ ചോദിക്കുക. അത് ഇപ്പോഴാണ് ഡൗട്ടൊക്കെ ശീലം തുടങ്ങിയെങ്കിലും ഇവിടെയുള്ള ടീച്ചേഴ്സ് നമ്മൾ ചോദിച്ചിടത്തോളമൊക്കെ എല്ലാം നമ്മളെ ആൻസർ ചെയ്ത് തന്നിട്ടുണ്ട്. അത് 1-2 പ്രാവശ്യമല്ല, നമ്മൾ 3-4 കുറേ പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാലും ഒരു പറഞ്ഞു തരാറുണ്ട്. സ്ട്രക്ചറലിൽ ഇതേപോലെ ഡെഫിനറ്റ്ലി ഞാൻ ഇതേപോലെ എന്താ പറയുക, 2 പേപ്പർ ജസ്റ്റ് പാസ് കഴിഞ്ഞ്. അപ്പോൾ അതിലൊക്കെ കുറേ നമുക്ക് എക്സ്ട്രാ കുറേ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടേഷനിലും നമ്മൾ കുറേ കാര്യങ്ങൾ ഇതേമാതിരി ഓവർലുക്ക് ചെയ്ത് പോയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ പഠിക്കാൻ പറ്റി. ARC ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മളെ സജീർ സാറ് നമ്മളെ കോളേജിൽ വന്നിനി ഈ ARCനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമുക്ക് ഗേറ്റ് കോച്ചിങ്ങിൽ കുറേ പേരല്ല കുറച്ച് പേര് വന്നിനി. അപ്പോൾ ഇവരൊക്കെ നമുക്ക് ആദ്യം ഇങ്ങനെ പറയും, ഗേറ്റ് പാസ്സായി കഴിഞ്ഞാൽ ഇത് കിട്ടും അത് കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളങ്ങനെ പൊതുവെ ഒരു കോച്ചിങ് സെൻറ്റേഴ്സ് അങ്ങനെയാണല്ലോ ചെയ്യുക. അതായത് നമ്മളിങ്ങനെ ആദ്യം ഇങ്ങനെ സംഭവങ്ങൾ ആനുകൂല്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വെക്കും. അതിമേലായിരിക്കും ഓരോ സ്ട്രെസ്സിങ് കൂടുതലുണ്ടാവുക, ഈ ആക്ച്വൽ വർക്ക് പാർട്ടല്ലാതെ. പക്ഷേ സജീർ സാർ വന്നിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ, കുറച്ച് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ്, പക്ഷേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ നിൽക്കുന്നതിലുപരി നിങ്ങൾ പഠിക്കണം, നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ നേടിത്തരും. അതാണ് സാറേ ഒരു ലൈന്. അപ്പോൾ സാറ് ആ രീതിയിലാണ് സംസാരിച്ചത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക എവിടെയോ ടച്ച് ചെയ്ത്. അതായത് എന്താ പറയുക, സാറെന്താ ഇങ്ങനെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് തോന്നി സാറെടുത്ത് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അങ്ങനെയാണ് ARC യൂസ് ചെയ്തത്. ഞാൻ ഈ സിവിലിൽ 641 റാങ്ക് കിട്ടിയതുകൊണ്ട് ഞാൻ ഏതെങ്കിലും IITയിൽ ഒരു സ്ട്രക്ചറൽ എൻജിനീയറിങ് MTech കോഴ്സ് ചെയ്യാമെന്നാണ് ഇപ്പോൾ ഒരു പ്ലാനുള്ളത്. വരാൻ പോകുന്ന ജൂനിയേഴ്സിനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പം നമുക്ക് കിട്ടുന്ന ടീച്ചർമാരെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഗേറ്റ് പ്രത്യേകിച്ച് എൻ്റെ അഭിപ്രായത്തിൽ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഒക്കെ നമുക്ക് അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു ബേസ് ഇല്ലാന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു കോച്ചിങ് ഉണ്ടെങ്കിലാണ് എന്താ പറയുക നമുക്ക് ഇതിലേക്കൊന്ന് കംബാക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്താ പറയുക, നല്ലൊരു കോച്ചിങ് സെൻറ്റർ കണ്ടെത്തുക. പിന്നെ ARC ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, പിന്നെ അതേമാതിരി നമ്മൾ പഠിക്കണം. ഒരു കൊല്ലം നമ്മൾ നന്നായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അതെനിക്ക് ജൂനിയേഴ്സിനോടൊക്കെ പറയാം.